സിസിലിയയിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ അഗത ജനിച്ചത്. സിസിലിയയിലെ ഗവർണറായിരുന്ന ക്വിന്റിയാനൂസ് അവളിൽ ആകൃഷ്ടയാവുകയും വിശുദ്ധ അദ്ദേഹത്തിന്റെ പ്രേമം നിരസിച്ചു. ഇതിന്റെ ഫലമായി അവൾ ക്രിസ്ത്യാനിയാണെന്ന കാരണം പറഞ്ഞ് ഗവർണറുടെ ന്യായാസനത്തിന് മുമ്പിൽ ഹാജരാക്കി. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പോലെ അടിമജീവിതം നയിക്കുന്നതെന്ന ന്യായാധിപന്റെ ചോദ്യത്തിന് അവളുടെ മറുപടി പ്രകാരമായിരുന്നു: ഞാൻ ക്രിസ്തുവിന്റെ ദാസിയാണ്, അതുകൊണ്ട് ഞാൻ അടിമയെ പോലെ ജീവിക്കുന്നു. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ അടിമയായിരിക്കുക എന്നത് ഏറ്റവും മഹനീയമാണ്. ക്രൂരമർദ്ദനങ്ങൾ കഴിഞ്ഞപ്പോൾ വിശുദ്ധയെ തടവറയിൽ അടച്ചു. ഒരു ആഘോഷ സദ്യയ്ക്ക് പോകുന്നത് പോലെയാണ് തല പിടിച്ചുകൊണ്ട് അവൾ തടവറയിലേക്ക് പോയത്. അധികം താമസിയാതെ അവളെ മർദ്ദന ഉപകരണത്തിന്മേൽ വരിഞ്ഞു കെട്ടുകയും ചുട്ടുകൊഴുപ്പിച്ചിരുമ്പുകൾ കൊണ്ട് പൊള്ളിക്കുകയും ചെയ്തു. ആ രാത്രിയിൽ ഒരു ആദരണീയനായ ഒരു വൃദ്ധൻ അവളെ സുഖപ്പെടുത്തുവാൻ മരുന്നുകളുമായി എത്തി. വിശുദ്ധ പത്രോസ് ലീഹയായിരുന്നു അത്. പെട്ടെന്ന് തന്നെ അവൾ വിശുദ്ധ പത്രോസിനാൽ അത്ഭുതകരമായി സുഖം പ്രാപിച്ചു. 4 ദിവസത്തിനു ശേഷം അവളെ വീണ്ടും ന്യായാധിപന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൾ സുഖപ്പെട്ടത് കണ്ട ന്യായാധിപൻ അത്ഭുതപ്പെട്ടു. തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ അദ്ദേഹം നിർബന്ധിച്ചു. ഇത് യേശുവിൻ തന്റെ വിശ്വാസം വീണ്ടും ഏറ്റുപറയുന്നതിന് അവളെ പ്രേരിപ്പിച്ചു. ഇതേ തുടർന്ന് വിശുദ്ധയെ കൂർത്ത കുപ്പിച്ചിലുകൾക്കും ചുട്ടുപഴുത്തക്കൾ കരിക്കും മുകളിലിട്ട് ഉരുട്ടി. ജനരോഷത്തെ ഭയന്ന് പകുതി മരിച്ച വിശുദ്ധയെ തടവറയിലാക്കാൻ ഗവർണർ ഉത്തരവിട്ടു. ആ തടവറയുടെ മധ്യത്തിൽ നിന്ന് കൈകൾ വിരിച്ചുകൊണ്ട് അതിന്റെ അവസാന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു.